ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യൂണിക്കോൺ ലിയോ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ചക്ക വരികിയത്, അത് എങ്ങനെയാണ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണിച്ചതല്ലേ. അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് പറയാമെന്ന് വിചാരിച്ചു. അപ്പം അമ്മമ്മയും ലിയോണ മോളും കൂടെ ചക്ക വരികിയത് കഴിക്കുകയാണ്. ഇത് ലിയോണയ്ക്ക് കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നൊക്കെ ഉള്ളതാണ് അമ്മ പറയുന്നത്. ചക്ക വീട്ടിലുണ്ടെങ്കിൽ വേറെ ഒന്നും വേണമെന്നില്ല. ചക്ക മിക്സിയിൽ അടിച്ചെടുക്കുക. പിന്നെ നമ്മൾ ഒരു ഉരുളി എടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് നെയ്യ് ഒഴിക്കുക. അണ്ടിപ്പരിപ്പ്, മുന്തിരി, ബദാം ഇവിടെ ഉള്ളത് കൊണ്ട് അത് ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് അങ്ങനെ ഇടാൻ പറ്റുന്ന കടിക്കാൻ പാകത്തിൽ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. അതിലേക്ക് നമ്മൾ മിക്സിയിൽ അടിച്ചു വെച്ച ചക്ക ഇടുക. എന്നിട്ട് ആവശ്യത്തിന് നെയ്യ് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ നെയ്യ് ഒഴിച്ചിട്ട് നന്നായി വെള്ളം വറ്റുന്നത് വരെ കുറുക്കി എടുക്കുക. ഇത് തേൻവരിക്ക ആയതുകൊണ്ട് വേറെ പഞ്ചസാരയോ ശർക്കരയോ ഒന്നും അഡീഷണലായിട്ട് ആഡ് ചെയ്തിട്ടില്ല. കാരണം ഓൾറെഡി തേൻവരിക്ക ആയതുകൊണ്ട് നല്ല മധുരമുണ്ട്. പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ലിയോണയ്ക്ക് കൊടുക്കാനും പറ്റില്ല. ശർക്കര ആണെങ്കിൽ അവർക്ക് കൊടുക്കാം, വലിയ കുഴപ്പമില്ല. സോ ഇതിൽ ഓൾറെഡി നല്ല മധുരം ഉള്ളത് കൊണ്ട് അങ്ങനെ ശർക്കരയോ പഞ്ചസാരയോ തേനോ ഒന്നും ചേർത്തിട്ടില്ല. നെയ്യും ചക്കയും ഉണ്ടെങ്കിൽ ബാക്കി നമുക്ക് കടിക്കാൻ പാകത്തിൽ എന്തെങ്കിലുമൊക്കെ, അതായത് മുന്തിരി, അണ്ടിപ്പരിപ്പ് ഇത്രയും ചേർത്താൽ മതി. ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പൂൾ ഇഷ്ടമുള്ള ആൾക്കാർ തേങ്ങാപ്പൂൾ നല്ലോണം നെയ്യിൽ വറുത്തിട്ട് ഇതിൻ്റെ മേലെ ഇടുന്നത് നല്ലതാണ്. നമ്മൾ കഴിക്കുന്ന സമയത്ത് ഇത് കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അമ്മമ്മേൻ്റെ എക്സ്പ്രഷൻ എന്താണെന്ന് വെച്ചാൽ ഈ ഷുഗറുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ ചക്ക കഴിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് തലയാട്ടിയതാണ് കേട്ടോ. പിന്നെ ഇപ്പം നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം ലിയോൺ എത്ര പ്രാവശ്യമാണ് കഴിക്കുന്നതെന്ന്. സിറ്റ് ലിയോ, ഗുഡ് ഗേൾ. മതി, എത്ര തിന്ന് പോരെ. ഇങ്ങനെ ആക്കിയപ്പോരേ എന്നാ ഞാൻ മേൽക്കോട്ട് എല്ലാം കൂടി കയ്യിലാണ്ടെല്ലാം കൂടി മിക്സിയിൽ അടിച്ച് വെരിയിട്ട് കുറേ നേരം വെരിയതായിരുന്നു. ഒക്കെ കൊടുക്കുമ്പം മുന്തിരി ആയി പോറത്തെ. ലിയോണ് പിന്നെ എനിക്ക് വേണം എന്ന് പറഞ്ഞാൽ അമ്മേനെ സോപ്പിട്ടുകൊണ്ടിരിക്കുകയാണ്. അമ്മേനെ ഇങ്ങനെ നക്കി തട്ടി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കിതാ എന്നുള്ള രീതിയിൽ അമ്മ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവളുടെ പ്ലേറ്റിൽ പിന്നെ അമ്മ കുറച്ചുകൂടെ ഇട്ട് കൊടുക്കുകയാണ്. കാരണം ഇതിന് നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളൊന്ന് എന്തായാലും തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. ഇത് തണിഞ്ഞതിന് ശേഷം നമ്മൾ നല്ലൊരു ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ അവിടെ വെച്ചാൽ മതി. അപ്പോൾ ഐസ്ക്രീം കഴിക്കുന്ന പോലെ, ജാക്ക് ഫ്രൂട്ട് ഐസ്ക്രീം കഴിക്കുന്ന പോലെ തന്നെ ഉണ്ടാവും. അമ്മ ചക്ക വരികയെ ചിക്കി കുഞ്ഞിന്. ചക്ക തീർന്നില്ലേ, ലാസ്റ്റുള്ള ചക്കയാണ്, അത് കുടിച്ചോട്ടോ. തീരാനല്ലേ ഇനിയിപ്പോൾ നിൽക്കാണ് കണ്ടനി. ചക്ക മേലേക്കൊക്കെ കിട്ടൂല. ചക്ക മേലെ ഉള്ളതൊന്നും കിട്ടുകയാണ്. ലിയോണം നല്ല ആക്രാന്തത്തോടെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ലിയോ കുടിച്ചോ? മതിയല്ലേ? കുറച്ച് നാടേ അത് ഫ്രിഡ്ജിൽ വെക്കാലോ കേട്ടോ. മറ്റേ ഫ്രിഡ്ജിൽ വെക്കട്ടോ. ഫ്രിഡ്ജിൽ വെക്കേ. കുറച്ച് നമുക്ക് നാളെ തരുന്നുണ്ട്. നമുക്ക് ഐസ്ക്രീം കഴിക്കുമ്പോൾ ഞങ്ങൾ കഴിക്കാം. ഐസ്ക്രീം അല്ല ചക്കയല്ലേ, വേറെ ഒന്നും കാണാം. ഇനി വേണോ? ഞാണോ ഇത്തിരി കൊണ്ടോട്ടെ. ഞാൻ കഴിഞ്ഞിട്ടോ ലിയോ? ലാസ്റ്റാണ്. സിറ്റ് ലിയോ, സിറ്റ്. ഗുഡ് ഗേൾ. ഞാൻ പറഞ്ഞില്ലേ ലിയോണമ്മക്കും അമ്മയ്ക്കും ഒക്കെ ചക്ക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്.
ഇതിങ്ങനെയും കൂടെ ആക്കിയ സമയത്ത് നല്ല ടേസ്റ്റ് ഉണ്ട്. അതുകൊണ്ട് ഞാനും കഴിച്ചിട്ട് അവളത് എത്ര പെട്ടെന്നാണ് കഴിക്കുന്നേ. അവൾ ഇടയ്ക്കിടയ്ക്ക് എന്തിനാ എന്നെ നോക്കുന്നതെന്ന് അറിയോ? നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടി എന്നുള്ള ഭാവത്തിലായിരിക്കും. കാരണം ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നിട്ട് അവൾക്ക് എന്താ കൊടുക്കാത്തതെന്നുള്ള രീതിയിൽ ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞു നോക്കുന്നത്. പിന്നെ അമ്മ ചോദിക്കുന്നില്ല പിന്നെ കുറച്ചുകൂടെ കൊടുക്കട്ടെ എന്ന്. അപ്പം ഞാൻ നോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ദേഷ്യവും കൂടെ അവൾക്ക് എന്നോടുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ആ കൊടുത്തോ എന്ന് പറഞ്ഞത്. ഇടയ്ക്കിടയ്ക്ക് എന്നെ തിരിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു. ഞാൻ അഞ്ചെടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുന്നുമുണ്ട്. അവളുടെ പ്ലേറ്റിലുള്ളത് അവൾ പെട്ടെന്ന് കഴിച്ചു തീർക്കുന്നുമുണ്ട്. എനിക്ക് കുറച്ച് തന്നൂടെ നിനക്ക് എന്നുള്ളൊരു ഭാവത്തോടെയാണ് ഇടയ്ക്കിടയ്ക്ക് എന്നെ നോക്കുന്നത്. പക്ഷെ അവൾ ആവശ്യത്തിലധികം അവൾ കഴിച്ചിട്ടുണ്ട്. ഇനി ബാക്കി നമുക്കിത് ഐസ്ക്രീം പോലെ കുറച്ച് കുറച്ചായിട്ട് എടുത്ത് കഴിക്കുകയാണ്. അപ്പോൾ ബാക്കി നമുക്ക് അവൾക്ക് നാളെ കൊടുക്കാം. ഇനി എന്നെ സോപ്പിടാൻ വന്നിരിക്കുകയാണ് കേട്ടോ എൻ്റെ അടുത്ത്, കിട്ടുമെന്ന് വിചാരിച്ചിട്ട്. ഇനി എന്തായാലും ലിയോണയുടെ മറ്റൊരു വിശേഷവുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക, ലൈക്ക് ചെയ്യുക, കൂടെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ബൈ, താങ്ക് യു.